ഓം ശ്രീ സായിറാം. എല്ലാവർക്കും നമസ്കാരം. അപരോക്ഷ അനുഭൂതി നമുക്ക് തുടർന്ന് നോക്കാം. ശ്രീഹരിം പരമാനന്ദം ഉപദേഷ്ടാരമീശ്വരം വ്യാപകം സർവലോകാനാം കാരണം തം നമാമ്യഹം. കഴിഞ്ഞ ദിവസം 57-ാമത്തെ ശ്ലോകമാണ് നമ്മൾ നോക്കിയത്. മൂന്ന് അവസ്ഥകളും മിഥ്യ എന്നവിടെ പറഞ്ഞു. ജാഗ്രത്, സ്വപ്ന, സുഷുപ്തി മൂന്നും മിഥ്യയാണ്. കാരണം ഒരവസ്ഥയിലെ അനുഭവവും പ്രയോജനവും അടുത്ത അവസ്ഥയിലേക്ക് അനുഭവമോ പ്രയോജനമോ ആകുന്നില്ല. ഒരു വസ്തുവും അടുത്തതിലേക്ക് ലഭിക്കുന്നില്ല. ഓരോ അവസ്ഥയിലും അതാത് അവസ്ഥയിൽ മാത്രം, മറ്റൊരവസ്ഥയിലേക്ക് അതുകൊണ്ട് യാതൊരു പ്രയോജനവും ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് അതൊന്നും ശാശ്വതമല്ല, നിത്യമല്ല, അതെല്ലാം മിഥ്യയാണ് എന്ന് ആണ് ആചാര്യസ്വാമി നമ്മളെ പഠിപ്പിച്ച് നമ്മൾ ചിന്തിക്കാത്ത ഒരു തലത്തിലേക്ക് നമ്മളെ ചിന്തിക്കാൻ ആചാര്യസ്വാമി പഠിപ്പിച്ചു. അപ്പോൾ ഓരോ അവസ്ഥയെയും മനസ്സിലാക്കണം. ജാഗ്രത്, സ്വപ്ന, സുഷുപ്തി ഈ മൂന്ന് അവസ്ഥ ഉണ്ടാകുന്നു. ഓരോ അവസ്ഥയിലേത് അടുത്ത അവസ്ഥയിൽ യാതൊരു പ്രയോജനവും ഉണ്ടാകുന്നില്ല. അതേസമയം നമ്മൾ ഈ മൂന്ന് അവസ്ഥകളെയും ഞാൻ അറിയുന്നുണ്ട് എന്ന് മനസ്സിലാക്കി. ഇനി അതിനെ വീണ്ടും ആ ഭാഗത്തെ ഒന്നുകൂടെ വിശദമാക്കി തരാണ്. എന്ത്? അനുഭൂത അല്ലെങ്കിൽ വ്യവഹാരക്ഷമ അല്ല. ഓരോ അവസ്ഥയിലും ഉള്ളത് പിന്നത്തെ അവസ്ഥയിൽ അനുഭൂത അല്ല, വ്യവഹാരക്ഷമവും അല്ല. സ്വപ്നത്തിലേത് വേറെ അവസ്ഥയിൽ പ്രയോജനം ചെയ്യാത്തതുപോലെ ജാഗ്രത്തിലേതും ആ സമയത്ത് മാത്രം അനുഭവത്തിൽ വരുന്നു. ആ നേരം മാത്രം പ്രയോജനമായകയാൽ അത് മിഥ്യ. ഈ സത്യമാണ് ഇവിടെ വീണ്ടും ഈ ശ്ലോകത്തിൽ പറയാൻ പോകുന്നത്. 58-ാമത്തെ ശ്ലോകം. ത്രയമേവം ഭവേൻ മിഥ്യ ഗുണത്രയ വിനിർമ്മിതം അസ്യ ദ്രഷ്ടാ ഗുണാതീതോ നിത്യോ ഹേഗച്ഛിദാത്മകഃ. ത്രയമേവം ഭവേൻ മിഥ്യ ഗുണത്രയ വിനിർമ്മിതം അസ്യ ദ്രഷ്ടാ ഗുണാതീതോ നിത്യോ ഹേഗച്ഛിദാത്മകഃ. എന്താണ് പറയുന്നതെന്ന് നോക്കാം. ഏവം, ഈ വിധം, അതായത് ഈ വിധം നേരത്തെ പറഞ്ഞ പോലെ യുക്തിയെ യുക്തിയും ബുദ്ധിയൊക്കെ ഉപയോഗിച്ച് നോക്കുമ്പോ ത്രയം മിഥ്യാഭവേ, മൂന്ന് അവസ്ഥകളും ആ അവസ്ഥയിലെ വസ്തുക്കളും മിഥ്യയായിത്തീരുന്നു, ആയി മനസ്സിലാക്കപ്പെടുന്നു, മിഥ്യയായിരിക്കുന്നു. ലോകം, പ്രപഞ്ചം അത് മിഥ്യയാണെന്ന് മനസ്സിലാകുന്നു. അപ്പോ ഈ പ്രപഞ്ചം എന്തിനാലാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് എന്നൊരു ചോദ്യം വരാം. പ്രപഞ്ചം എന്തിനാലാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്? ഇവിടെ പറയുന്നു ഗുണത്രയാ വിനിർമ്മിതം. ഗുണത്രയാ വിനിർമ്മിതം, ത്രിഗുണങ്ങളാൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു. പ്രപഞ്ചം ത്രിഗുണങ്ങളാൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു. മായ എന്നാൽ ത്രിഗുണസ്വരൂപമാണ്. മായ എന്നാൽ ത്രിഗുണസ്വരൂപം. അപ്പോൾ എല്ലാവർക്കും നേരത്തെയൊക്കെ പഠിച്ചു കാണും. കാലം ഒരു ചലനമുണ്ടാക്കി. അപ്പോൾ സന്തുലിതാവസ്ഥയിൽ ഇരുന്നിരുന്ന ഈ ഗുണത്രയങ്ങള് അവരുടെ സന്തുലിതാവസ്ഥ നഷ്ടപ്പെട്ടു, പ്രൊപ്പോർഷൻ മാറി. അങ്ങനെയാണ് സൃഷ്ടിയുടെ കാര്യങ്ങളൊക്കെ തുടങ്ങുന്നതെന്ന് വിശദമായിട്ട് ഭാഗവതത്തിലൊക്കെ ഉണ്ട്. നമ്മുടെ ഇപ്പോഴത്തെ കാര്യം അതല്ലാത്തത് കൊണ്ട് കൂടുതൽ ആവശ്യീകരണത്തിലേക്ക് പോകുന്നില്ല, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പൊ അങ്ങനെ ഗുണത്രയങ്ങൾ ഒരു വലിയൊരു നിയന്ത്രിക്കുന്ന ഒരു ഘടകമാണ്. അപ്പൊ ത്രിഗുണങ്ങൾ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു.
മായ ത്രിഗുണസ്വരൂപമാണ്. അപ്പോൾ പ്രപഞ്ചം മായാനിർമ്മിതമാണ്. അത് നമുക്കൊക്കെ അറിയാം. പ്രപഞ്ചം മായാനിർമ്മിതമാണ്. അതെങ്ങനെ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്? ത്രിഗുണങ്ങളാലാണ് അത് ചെയ്യപ്പെട്ടിരിക്കുന്നത്. എല്ലാം മിഥ്യ എന്ന് പറയുന്നുണ്ട്, അല്ലേ? പറഞ്ഞ എല്ലാം മിഥ്യ, എല്ലാം മിഥ്യ, എല്ലാം മിഥ്യ എന്ന് പറഞ്ഞു. അപ്പൊ ഒരു ചോദ്യം, വളരെ പ്രസക്തമായൊരു ചോദ്യം വന്നു. ഞാൻ മിഥ്യയാണോ? ഞാൻ മിഥ്യയാണോ? കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പറഞ്ഞപ്പോ ജനക മഹാരാജാവിന്റെ കാര്യം പറഞ്ഞപ്പോ സ്വപ്നം കണ്ട് എണീറ്റ് കഴിഞ്ഞപ്പോ ആ ജാഗ്രത് സ്വപ്നമാണോ, ഏതാ സത്യം എന്നൊരു സംശയം വന്നു. ജാഗ്രത ആണോ, ആ നേരത്തെ കണ്ട സ്വപ്നമാണോ ശരിക്കുമുള്ളത്, അപ്പോൾ ഞാനിരിക്കുന്നത് ജാഗ്രത ആണോ? അങ്ങനെ ഒരു കൺഫ്യൂഷൻ പറഞ്ഞു. ഏതാണ് സത്യം എന്നൊരു ഭയങ്കര കൺഫ്യൂഷൻ. എങ്ങനെയാണ് അദ്ദേഹം ആത്മീയ വിചാരത്തിലേക്ക് ഇറങ്ങുന്നതും വലിയ ജ്ഞാനിയായി മാറുന്നതും. അതേപോലെ ഇവിടെ ഒരു വലിയൊരു സംഭവം, എല്ലാം മിഥ്യ 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 എന്ന് പറഞ്ഞു. അപ്പോ ഞാൻ എന്നത് മിഥ്യയാണോ? ഞാൻ മിഥ്യയാണോ? ന്യായമായിട്ട് സംശയം വരാം. അപ്പൊ ഞാനോ? അതാണ് ചോദ്യം. അപ്പോ ഞാനോ എന്നൊരു ചോദ്യം. അപ്പോ രണ്ടാമത്തെ വരിയില് നമ്മുടെ സ്വരൂപത്തെ പറയുകയാണ്. നേരത്തെ പറഞ്ഞത് ആത്മസ്വരൂപം എന്നുള്ളത്. എന്നാൽ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ നോക്കി വരുമ്പോൾ ഇങ്ങനെ പല സംശയങ്ങളും വരാം. അസ്യ ദ്രഷ്ട ഗുണാതീതോ നിത്യോ ഏകച്ഛിതാത്മക എന്ന് പറഞ്ഞിട്ടുണ്ട്. അസ്യ ദ്രഷ്ട, അസ്യ എന്ന് പറഞ്ഞാൽ ഇവിടെ പ്രപഞ്ചം. പ്രപഞ്ചത്തെ കാണുന്നവൻ, നോക്കുന്നവൻ, ദ്രഷ്ട നോക്കുന്നവൻ അല്ലെങ്കിൽ കാണുന്നവൻ. ഈ മിഥ്യയെ, പ്രപഞ്ച മിഥ്യയാണെന്ന് പറഞ്ഞാൽ ഈ മിഥ്യയെ നോക്കുന്നവൻ, അതായത് മൂന്ന് അവസ്ഥകളെയും കാണുന്നവൻ, ജാഗ്രത് സ്വപ്ന സുഷുപ്തി മൂന്ന് അവസ്ഥകളെയും കാണുന്നവൻ ഗുണാതീത, ഗുണാതീതനാണ്. നിത്യ, നിത്യനാണ്. മൂന്ന് ഗുണങ്ങളെയും കടന്നവനാണ്, നിത്യനാണ്, ഏകനാണ്, ചിതാത്മകനാണ്. അതാണ് വിശേഷണം. നിത്യോ ഹേകചിതാത്മക. നിത്യനാണ്, ചിത്താണ്, ആത്മകനാണ്. അപ്പോ ഒരു വസ്തു ഉണ്ട് എന്ന് പറയുന്നത് നേരത്തെ നമ്മൾ പഠിച്ചു. അതിനെ അനുഭവിക്കുകയും അതെന്തെങ്കിലും പ്രയോജനം തരുമ്പോഴാണ് നമ്മളൊരു വസ്തു ഉണ്ട് എന്ന് തീരുമാനിക്കുന്നത്. ഇത് വീണ്ടും വീണ്ടും ആചാര്യസ്വാമികളുടെ ഈ കാര്യങ്ങൾ പറയുന്നത് പറഞ്ഞ കാര്യം തന്നെയാണ് പലപ്പോഴും വീണ്ടും പറയുന്നതെങ്കിലും എന്നാൽ മാത്രമേ അത് ഉള്ളില് വീണ്ടും വീണ്ടും പതിയുള്ളൂ. അത്രയും എളുപ്പമല്ല ഇതിൽ നിന്ന്, ഈ മിഥ്യയുടെ പിടിയിൽ നിന്നൊക്കെ മോചനം ലഭിക്കാൻ. അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും പറഞ്ഞ് നമ്മുടെ ഉള്ളിലേക്ക് അതിനെ കടത്തി വിടുന്നത്. അപ്പൊ ഒരു വസ്തു ഉണ്ട് എന്ന് പറയുന്നത് അതിനെ അനുഭവിക്കുകയും അതുകൊണ്ട് പ്രയോജനം ഉണ്ടാവുകയും ചെയ്യുമ്പോഴാണ്. അതേസമയം മരുഭൂമിയിലെ ജലം ഒരു നോട്ടത്തില് കാണുന്നു, അനുഭവിക്കുന്നു, അവിടെ ഉണ്ട് എന്നൊരു അനുഭവം വരുന്നു. പക്ഷെ പ്രയോജനം ചെയ്യുന്നില്ല. അടുത്ത് ചെന്ന് കഴിയുമ്പോൾ അതിനെ, ആ വെള്ളം നമുക്ക് എടുക്കാൻ പറ്റുന്നില്ല, അവിടെ വെള്ളമില്ല. അപ്പൊ പ്രയോജനം ചെയ്യുന്നില്ല. അതിനാൽ അതിമിഥ്യയാണ്. അതിനാൽ അതിമിഥ്യയാണെന്നൊരു വെർഷനിൽ സുഖമായിട്ട് പറയാം. കാണുന്നു, അനുഭവിക്കുന്നു, പക്ഷെ ചെല്ലുമ്പോൾ പ്രയോജനം കിട്ടുന്നില്ല, എടുക്കാൻ പറ്റുന്നില്ല, അത് മിഥ്യയാണ്. പ്രയോജനത്തെ വ്യവഹാരക്ഷമ എന്ന് പറഞ്ഞു. അപ്പൊ വ്യവഹാരക്ഷമമല്ല അത്, ആ മരുഭൂമിയിലെ ജലം എന്ന് നമുക്ക് തോന്നുന്നത്. സ്വപ്നാവസ്ഥയിലെ അനുഭൂത എന്നതും വ്യവഹാരക്ഷമ എന്നതും സ്വപ്നത്തിൽ മാത്രമേ ഉള്ളൂ. അതുപോലെ ജാഗ്രത്തിലെ അനുഭൂത എന്നതും വ്യവഹാരക്ഷമ എന്നതും ജാഗ്രത്തിൽ മാത്രം. അപ്പോ രണ്ടും മിഥ്യ. ജാഗ്രതും സ്വപ്നവും മിഥ്യ. അത് യുക്തിപൂർവമായിട്ട് പറഞ്ഞൊരു കാര്യമാണ്. മൂന്ന് അവസ്ഥകൾ നമ്മൾ നേരത്തെ പറഞ്ഞു. ഒരു അവസ്ഥയിലെ വസ്തുക്കൾ വേറൊരവസ്ഥയിൽ കാണില്ല എന്നുള്ളതും നമുക്ക് മനസ്സിലായി. ഒരു അവസ്ഥയിൽ മറ്റു രണ്ടവസ്ഥകളും ഇല്ല എന്നും മനസ്സിലായി. അവസ്ഥകളുമില്ല, ഒരവസ്ഥയിൽ മറ്റൊരവസ്ഥകളുമില്ല. അതിനാൽ ഒരവസ്ഥയിലെ വസ്തുക്കളും നിത്യമല്ല, ശാശ്വതമല്ല. അതുകൊണ്ട് തന്നെ അത് മിഥ്യയാണ്, അനിശ്ചിതത്വമാണ്. അപ്പോ ഈ അവസ്ഥകളെ അറിയുന്ന ആള്, കാണുന്ന ആള്, അയാൾ അനിത്യമാണോ? അതാണ് വലിയൊരു ചോദ്യം. ഈ മൂന്ന് അവസ്ഥകളെയും അറിയുന്ന ആൾ അനിത്യമാണോ, നിത്യമാണോ? നമുക്ക് ക്ലീൻ ആയിട്ട് പറയാം, അനിത്യമല്ല, നിത്യമാണെന്ന് പറയാം. കാരണം മൂന്നവസ്ഥയിലും ഉണ്ടല്ലോ. ജാഗ്രത്തിലുമുണ്ട്,
ഞാൻ ജാഗ്രതയിലുമുണ്ട്, ഞാൻ സ്വപ്നം കാണുന്നു, ഞാൻ സുഖമായി ഉറങ്ങി. മൂന്നവസ്ഥയിലും ഞാനുണ്ട്. അപ്പൊ ഞാൻ നിത്യനാണ്, സംശയമേ ഇല്ല ആ കാര്യത്തില്. മൂന്നവസ്ഥകളിലും കാണുന്നവൻ, അവസ്ഥകളെയും കാണുന്നവൻ, മൂന്നവസ്ഥകളെയും കാണുന്നവനാണ് ദ്രഷ്ട. അവൻ നിത്യനാണ്, മൂന്നവസ്ഥകളിലും തുടർന്നിരിക്കുന്നവനാണ്. മൂന്ന് അവസ്ഥകളെയും റീകളക്ട് ചെയ്യാനും അവന് സാധിക്കുന്നുണ്ട്. മൂന്നവസ്ഥകളെയും സ്വപ്നം കണ്ടത് ഉണർന്നു കഴിയുമ്പോൾ പറയാറുണ്ട്, ഞാൻ ഇന്ന സ്വപ്നം കണ്ടു എന്ന് പറയാറുണ്ട്. ചിലർ മാത്രമേ മറന്നു പോകുള്ളൂ, സാധാരണ നിലയ്ക്ക് പറയാൻ സാധിക്കും. അപ്പോ റീകളക്ട് ചെയ്യാൻ സാധിക്കുന്നത് എന്ത്? ദ്രഷ്ട മൂന്നവസ്ഥകളിലും ഒരേ ആള് തന്നെ റീകളക്ട് ചെയ്യാൻ സാധിക്കുന്നതുകൊണ്ട്. സുഖമായി ഉറങ്ങിയെന്ന് ഞാൻ തന്നെയാ പറയുന്നത്, വേറൊരാളല്ല പറയുന്നത്. അപ്പൊ ഞാൻ തന്നെ എന്റെ ഉറക്കത്തെ സുഖം എന്ന് പറഞ്ഞപ്പോൾ ആ അവസ്ഥയിലും ഞാനുണ്ട്, ആ സുഖം അനുഭവിച്ച അവസ്ഥയിലും ഞാനുണ്ട്. അതൊക്കെ സംശയലേശമില്ലാതെ പറയാൻ സാധിക്കും മൂന്നവസ്ഥകളിലെ കാര്യവും. ഇങ്ങനെ അപ്പോഴാണ് അടുത്തൊരു ചോദ്യം, ഇങ്ങനെ എൻ്റെ ഉള്ളിൽ ജാഗ്രത അറിയുന്നു, സ്വപ്നം അറിയുന്നു, സുഷുപ്തി അറിയുന്നു, മൂന്നവസ്ഥകളെയും അറിയുന്നു. ഈ മൂന്നവസ്ഥകളെയും അറിയുന്ന എത്ര പേരുണ്ട്? ജാഗ്രതയിൽ ഒരാൾ അറിയുന്നു, സ്വപ്നത്തിൽ വേറൊരാൾ അറിയുന്നു, സുഷുപ്തിയിൽ വേറെ ആൾ അറിയുന്നു. അപ്പൊ 3 പേരുണ്ടോ? എത്ര പേരുണ്ട് അകത്ത്? പറയുന്നു ഒരേ ഒരാളേ ഉള്ളൂ, ഒരേ ഞാൻ. ഞാൻ മാത്രമാണ് എല്ലാം അറിയുന്നത്, ഒരു ഞാനേ ഉള്ളൂ. സ്വപ്നത്തിലെ ഞാൻ, സ്വപ്നത്തെ അറിഞ്ഞ ഞാൻ, ജാഗ്രത്തെ അറിഞ്ഞ ഞാൻ, സുഷുപ്തിയെ അറിഞ്ഞ ഞാൻ, ഞങ്ങൾ മൂന്നും മൂന്നാൾക്കാരാണെന്ന് പറയാൻ പറ്റുമോ? പറ്റില്ല. ഏകഹ, ഒരേ ഒരാൾ, ഒരേ ഒരാൾ മാത്രം. പല ആളുകളിൽ പല ദ്രഷ്ടാക്കൾ ഉണ്ടല്ലോ എന്ന് ചോദിച്ചാൽ, പല ആൾക്കാരിൽ പല ദ്രഷ്ടാക്കളല്ലേ എന്ന് ചോദിച്ചാൽ അല്ല. കാരണം സർവവും ഈശ്വരനാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. നേരത്തെ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ആത്മതത്വം പറയുമ്പോൾ അത് പറയുന്നുണ്ട്, എല്ലാം ഒന്ന് തന്നെ. നമ്മളത് അറിയുന്നില്ല, വേറെ വേറെ ജീവന്മാരാണ് എന്ന് നമുക്ക് തോന്നുന്നതിനെയാണ് ഇപ്പൊ വിശ്വസിച്ചുകൊണ്ട് വരുന്നത്. വേറെ വേറെ അല്ല എന്ന് എത്രയോ രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കി തന്നുകൊണ്ടിരിക്കുകയാണ്. സർവചരാചരങ്ങളിലുമുള്ള അറിവ് സ്വരൂപം ഏകഹ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരേ ഒരു ദ്രഷ്ടാവേ ഉള്ളൂ, അത് ഞാനാണ്. എല്ലാവരിലും ഉള്ളത് ഞാൻ തന്നെയാണ്. അത് അറിയുന്ന സമയത്ത് ക്ലിയർ ആയിട്ട് അറിയാൻ പറ്റും. ഇപ്പോ ആത്മജ്ഞാനം വരാത്തത് കൊണ്ട് നമുക്കത് അറിയാൻ പറ്റുന്നില്ല. അനുഭവിക്കുന്ന വസ്തുക്കളോ അതെല്ലാം ജഡമാണ്. അപ്പോൾ ദ്രഷ്ട ആരാണ്? അനുഭവിക്കുന്ന വസ്തുക്കളെല്ലാം ജഡമാണ്. അപ്പോ ദ്രഷ്ട ആര്? ചിദാത്മക, ചൈതന്യസ്വരൂപനാണ് ഈ ദ്രഷ്ട. ഞാൻ എന്ന ആ ചൈതന്യ സ്വരൂപം, ഞാൻ 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 എന്നറിയുന്ന ആ ചൈതന്യ സ്വരൂപമാണ് ദ്രഷ്ട. അതാണ് ചിത് ആത്മക, ചൈതന്യ സ്വരൂപം. ആത്മക എന്നുള്ളത് ഇവിടെ സ്വരൂപമായിട്ട് എടുക്കണം, ചിത് എന്നുള്ളത് ചൈതന്യമായിട്ട് എടുക്കണം. ചിത് ആത്മക, ചൈതന്യ സ്വരൂപം. അപ്പോ ആ ചൈതന്യ സ്വരൂപമായിരിക്കുന്ന, ഏകനായിരിക്കുന്ന, 3 ഗുണങ്ങളെയും കടന്നവനാണ് ദ്രഷ്ട. ആ ദ്രഷ്ട ഞാനാണ്. 3 കാര്യങ്ങളെയും കടന്നവനാണ് ദ്രഷ്ട. ഇവിടെ ആദ്യ വരിയില് ജഗത് മിഥ്യ എന്ന് പറഞ്ഞ് ആത്മാ നിത്യം ബ്രഹ്മസത്യം എന്ന് രണ്ടാമത്തെ വരിയിലും പറഞ്ഞു. ആദ്യം എന്താ പറയേ? ത്രയമേവം ഭവേത് മിഥ്യ ഗുണത്രയ വിനിർമ്മിതം. ഗുണത്രയങ്ങളെ കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന ഈ ജഗത്ത് മിഥ്യയാണ്. അടുത്തതോ അസ്താഗുണാതീതോ നിത്യോ ഏകച്ഛിതാത്മ. അതിനെ ദൃഷ്ടാവ് ഗുണാതീതനാണ്, ഏകനാണ്, നിത്യനാണ്, ചിതാത്മകനാണ് എന്ന് ഇവിടെ ഭംഗിയായിട്ട് പറഞ്ഞതും. മിഥ്യയെ കാണുന്ന ഒരേ ഒരുവൻ, ഇവിടെയാണ് അതിന്റെ രസകരമായ ഭാഗം. മിഥ്യയെ കാണുന്നവനാണ്. ഈ മിഥ്യയെ കാണുന്ന ഒരാളുണ്ട്, ആ ആളാണ് നമ്മൾ മിഥ്യയെ കാണുന്നു, വൃത്തിയായിട്ട് നമ്മൾ കാണുന്നു, പക്ഷെ സത്യമാണെന്ന് വിചാരിച്ചിരിക്കുന്നു. ഇത്രയേ ഉള്ളൂ പ്രശ്നം. ജ്ഞാനം പറഞ്ഞാൽ എന്താ? ഈ മിഥ്യയെ മിഥ്യയായിട്ട് അറിയുക, സത്യത്തെ സത്യമായിട്ട് അറിയുക. അപ്പൊ മിഥ്യ ആരാണ്? മിഥ്യ എന്ന് പറഞ്ഞ ഈ പ്രപഞ്ചമാണ്, ഗുണത്രയങ്ങൾ കൂടിയതാണ്, ലോകമാണ്, മായ കൊണ്ട് നിർമ്മിച്ചതാണ്. ഇതൊക്കെ മിഥ്യയാണ് എന്ന് മനസ്സിലാക്കുകയും ഞാൻ സത്യമാണെന്ന് മനസ്സിലാക്കുകയും ചെയ്താൽ അതാണ് ജ്ഞാനം, അതാണ് മോക്ഷം. മിഥ്യയെ മിഥ്യ എന്നറിയുന്നത് മോക്ഷം.
സത്യത്തെ സത്യമെന്നറിഞ്ഞ് മിഥ്യയെ മിഥ്യ എന്നറിയുന്നത് മോക്ഷം. അപ്പൊ വാക്കാലെ നമുക്കറിയാം, വായിച്ചു നമുക്കറിയാം, വാക്കാലെ നമുക്കറിയാം. അനുഭവത്തിൽ നമുക്ക് ആയിട്ടുണ്ടോ? ഇല്ല. അനുഭവത്തിൽ ഇതാകുമ്പോൾ അപരോക്ഷ അനുഭൂതി ആയി. അനുഭവത്തിൽ വരുമ്പോ അപരോക്ഷ അനുഭൂതി. മറ്റേ നേരത്തെ പറഞ്ഞ അനുഭവം അല്ലത്, മിഥ്യയെ അനുഭവിക്കുന്ന അനുഭവം അല്ലത്. അന്നേരം എല്ലാം ക്ലിയർ ആവും. ആ ജ്ഞാനം, അതാണ് ജ്ഞാനം. സത്യത്തെ സത്യം എന്നറിയുകയും മിഥ്യയെ മിഥ്യ എന്നറിയുകയും. അപ്പൊ ഒരുപാട് കാര്യങ്ങളെ നമ്മൾ മിഥ്യയെ സത്യമാണെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. ഒരുപാടെന്നല്ല, ഓൾമോസ്റ്റ് എല്ലാം തന്നെ നമുക്ക് സത്യമാണ്. പക്ഷെ അതെല്ലാം മിഥ്യയാണ്. അവനവനെ ഒട്ട് അറിയുന്നുമില്ല. ശരീരമാണ് ശരീരമാണ് എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. സത്യത്തെ അറിയുന്നില്ല, മിഥ്യയെ സത്യമെന്ന് വിചാരിക്കുകയും ചെയ്യുന്നു. രണ്ട് തരത്തിലാണ് പ്രശ്നം. അതാണ് ഇവിടെ മാറ്റിക്കൊണ്ടിരിക്കുന്ന ആചാര്യസ്വാമികൾ. അപ്പോ പല ജീവന്മാരെ നമ്മൾ കാണുന്നുണ്ടല്ലോ. ജീവത്വം എന്ന ഒന്ന് നിലനിൽക്കുന്നല്ലോ. എത്രയോ പേരെ നമ്മൾ കാണുന്നു, ജീവത്വം എന്നൊന്ന് നിലനിൽക്കുന്നു. അങ്ങനെ പറയുമ്പോൾ ആ സംശയമൊക്കെ മാറ്റിത്തരാനായിട്ട് ആ ജീവത്വത്തിനൊരു മിഥ്യാത്വം കാണിച്ചു തരുന്നുണ്ട്. അപ്പോഴല്ലേ എല്ലാം ഒന്നെന്ന് മനസ്സിലാവുള്ളൂ. പല ജീവന്മാരെയാണ് ഇപ്പൊ കാണുന്നത്. അത് സത്യമാണോ? പലതും പലതായിട്ട് തന്നെയാണോ ഇരിക്കുന്നത്, നിലനിൽക്കുന്നേ? സത്യമാണോ? ചോദ്യം നല്ല ചോദ്യമല്ലേ? അത് സത്യമാണോ? അപ്പോ ആചാര്യസ്വാമിക്ക് അറിയാം അങ്ങനൊരു ചോദ്യം ഉണ്ടാവും, നമ്മുടെ മനസ്സിലൊക്കെ സംശയം ഉണ്ടാവുന്ന ആചാര്യസ്വാമിക്ക് അറിയാം. അപ്പൊ അടുത്ത ശ്ലോകത്തിൽ പറയുന്നു ജീവത്വത്തിന്റെ മിഥ്യാത്വം. ഉദാഹരണത്തിലൂടെയാണ് ഇത് പറഞ്ഞു തരുന്നത്. 59-ാമത്തെ ശ്ലോകം. യദ്വൻ മൃതിഗഢഭ്രാന്തിം ശുക്തോ വാരചതസ്ഥിതിം തദ്വദ്ബ്രഹ്മണി ജീവത്വം വീക്ഷ്യമാണേന പശ്യതി. യദ്വൻ മൃതിഗഢഭ്രാന്തിം മുക്തോ വാരചതസ്ഥിതം രജതസ്ഥിതിം തദ്വദ്ബ്രഹ്മണി ജീവത്വം വീക്ഷമാണേന പശ്യതി. അതില് വീക്ഷമാണേന പശ്യതി എന്നുള്ള വരിക്ക് പകരം ഭ്രാന്ത്യാ പശ്യതി ന സ്വതഃ എന്നൊരു പ്രശ്നം കൂടെ ഉണ്ട്. ഭ്രാന്ത്യാ പശ്യതി ന സ്വതഃ. അപ്പൊ അതായത് യദ്വൻ മൃതിഗഢഭ്രാന്തിം ശുക്തോ വാരചതസ്ഥിതിം തദ്വദ്ബ്രഹ്മണി ജീവത്വം ഭ്രാന്ത്യാ പശ്യതി ന സ്വതഃ എന്നൊരെണ്ണം. പിന്നൊരു ബുക്കില് വീക്ഷമാണേന പശ്യതി എന്ന് ലാസ്റ്റ് നോക്കാം നമുക്ക് എന്താണ്. ജീവത്വം, ജീവ മിഥ്യാത്വത്തെ ഇവിടെ പറയും. ജീവ മിഥ്യാത്വത്തെയാണ് ഇവിടെ ഈ ശ്ലോകത്തില് ആചാര്യസ്വാമി സ്പഷ്ടമാക്കുന്നത്. വളരെ വളരെ പ്രധാനപ്പെട്ട ഭാഗം ജീവത്വത്തിന്റെ മിഥ്യാത്വം. അല്ലെ, നമുക്ക് ചിന്തിക്കുമ്പോൾ തന്നെ ഒരു എത്തിമിടിയും കിട്ടത്തില്ല. ജീവത്വം എന്നുള്ളത് എങ്ങനെ മിഥ്യാത്വം എന്ന് നമുക്ക് സാധാരണ നിലയ്ക്ക് നമുക്ക് ദഹിക്കാനേ പോകുന്നില്ല. നമുക്ക് ശ്രമിക്കാം. ഭഗവാന്റെ അനുഗ്രഹം നമുക്കുണ്ടാകട്ടെ, മനസ്സിലാക്കാൻ സാധിക്കട്ടെ. നോക്കാം. പല സ്ഥലത്തും നമ്മൾ പഠിക്കുമ്പോൾ ജീവൻ ബ്രഹ്മമാണ് 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 എന്ന് പറയും. ജീവബ്രഹ്മ ഐക്യവും നമ്മൾ തത്വവിചാരത്തിലും വിവേക ചൂടാമണിയിലും ഒക്കെ നമ്മളത് കാര്യമായിട്ട് നോക്കി. ഇവിടെ ഇതിന്റെ തുടക്കത്തിലും പല സ്ഥലങ്ങളിലും നമ്മൾ ജീവബ്രഹ്മ ഐക്യത്തെ കുറിച്ചൊക്കെ പറഞ്ഞു. അപ്പോൾ ജീവൻ മിഥ്യ എങ്കിൽ ബ്രഹ്മവും മിഥ്യ എന്നാവില്ലേ എന്നാ ചോദ്യം. ജീവ ബ്രഹ്മ ഐക്യം പറഞ്ഞു, അല്ലെ? വളരെ രസകരമായിട്ടുള്ള ഭാഗം. ജീവ ബ്രഹ്മ ഐക്യത്തെ നമ്മളോട് പറഞ്ഞു. അപ്പൊ ഇവിടെ പറഞ്ഞു ജീവൻ മിഥ്യ എന്നാൽ പിന്നെ ബ്രഹ്മവും മിഥ്യയല്ലേ? അങ്ങനെ ഇങ്ങനെ ഐക്യത്തിന്റെ പരിപാടി പറയാൻ പറ്റണേ? വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമല്ലേ. ജീവൻ മിഥ്യയെങ്കിൽ ജീവൻ ബ്രഹ്മ ഐക്യത്തിൽ എങ്ങനെ നമുക്ക് അത് ബ്രഹ്മം മിഥ്യയല്ലെന്ന് പറയാൻ പറ്റും? അങ്ങനെ ആയി പോവില്ലേ? അപ്പോ മഹാവാക്യം പറയുന്നത് എങ്ങനെയാണ്? മഹാവാക്യമാണത് പറയുന്നത്. ജീവൻ ഈസ് ഈക്വൽ ടു ബ്രഹ്മം എന്ന്. തത് ത്വം അസി,
അയമാത്മാ ബ്രഹ്മ, ഇങ്ങനെ പറയുന്നുണ്ടല്ലോ അവിടെ. അപ്പൊ ജീവൻ എങ്ങനെ മിഥ്യയായാൽ സംശയം തോന്നാലോ മനസ്സിൽ, ബ്രഹ്മം മിഥ്യയാണല്ലോ. ആകെ കൺഫ്യൂഷനായി. ഇത്രയും നേരം ഈ കുഴപ്പമുണ്ടായിരുന്നില്ല, ഇപ്പൊ വീണ്ടും കുഴപ്പമായി. ആകെ കൺഫ്യൂഷനിലേക്ക് എത്തി. ജീവനെ ശാസ്ത്രത്തില് 2 വിധത്തില് നോക്കും. ജീവനെ ശാസ്ത്രത്തിൽ കൂടി 2 വിധത്തില് നോക്കും. ഉപാധിയുടെ അടിസ്ഥാനത്തിൽ നോക്കിയാൽ മിഥ്യ. ഉപാധിയുടെ അടിസ്ഥാനത്തിൽ നോക്കിയാൽ മിഥ്യ. ഉപാധിയുടെ അധിഷ്ഠാനത്തിന്റെ അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ സത്യം. പ്രത്യേകിച്ച് നോക്കി പോണേ, ഈ വാക്കുകൾ ഓർമ്മ വേണം. ഉപാധിയുടെ അടിസ്ഥാനത്തിൽ നോക്കിയാൽ മിഥ്യയാണ്. അപ്പോ ആ ഉപാധിയുടെ അധിഷ്ഠാനത്തിൽ, ഉപാധിയുടെ അധിഷ്ഠാനം എവിടെ നിന്നാണോ അത് ഉണ്ടാവുന്നത്, ആ അധിഷ്ഠാനത്തിന്റെ അടിസ്ഥാനത്തിൽ, ഒരെണ്ണം അധിഷ്ഠാനം എന്നുള്ള വാക്കാണ്, ഒരെണ്ണം അടിസ്ഥാനം എന്നുള്ള വാക്ക്. ഉപാധിയുടെ അധിഷ്ഠാനത്തിന്റെ അടിസ്ഥാനത്തിൽ സത്യമാണ്. കാരണം ജീവനിൽ ചിതാഭാസൻ എന്നത് ഉണ്ടായി ബ്രഹ്മത്തോട് നേരിട്ട് ഐക്യപ്പെടുത്തുന്ന പോലെ ഇരിക്കുന്നു. നേരത്തെ അത് പഠിച്ചിട്ടുള്ളതാണ്. മനസ്സിന്റെ ഒരു പ്രത്യേക ശക്തിയാണ് അതിനെ പ്രതിഫലിപ്പിക്കാനുള്ള കഴിവ്. മനസ്സിന്റെ ഒരു പ്രത്യേക ശക്തിയാണ്, ഒരു കണ്ണാടി പോലെയാണ് മനസ്സിന്റെ ആ ഒരു ശക്തി. അത് ആ ചൈതന്യത്തെ പ്രതിഫലിപ്പിക്കും. പ്രതിഫലിപ്പിക്കുമ്പോൾ അതാണ് ഈ ജീവനായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നത്. ചിതാഭാസൻ എന്നത് ഉണ്ടായി ബ്രഹ്മത്തോട് നേരിട്ട് ഐക്യപ്പെടുന്ന പോലെ തോന്നും. അതായത് സൂര്യൻ പല പാത്രങ്ങളിലുള്ള വെള്ളത്തില് പ്രതിബിംബമായിട്ടിരിക്കുമ്പോ ആ പ്രതിബിംബത്തെ യഥാർത്ഥ സൂര്യൻ എന്ന് വിചാരിക്കുന്നു പല 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 പാത്രങ്ങളിലുള്ള ഓരോന്നിനെ. അങ്ങനെ വിചാരിക്കുമ്പോൾ പല ജീവന്മാരായി തോന്നും. ഓരോ ജീവനും ഈ പ്രതിബിംബത്തെ ഒറിജിനലായിട്ട് കാണുമ്പോഴാണ് ജീവത്വം. ജീവന്റെ ഉപാധിക്ക് ആധാരമായ ചൈതന്യം, ജീവന്റെ ഉപാധിക്ക് ആധാരമായ ചൈതന്യം എന്നെടുത്താൽ അവിടെ വ്യത്യാസമില്ല. ഈ ഉപാധിക്ക് ആധാരമാണ് സാക്ഷാൽ ബ്രഹ്മമാണ്. അപ്പോ ജീവനും ബ്രഹ്മവും ഒന്ന് തന്നെയാണ്. അവിടെ പിന്നെ കൺഫ്യൂഷൻ വഴിയില്ല. അല്ലാതെ ഇരിക്കുമ്പോഴാണ് വേറെ ആയിട്ട് തോന്നുന്നത്. ചൈതന്യത്തെ വിട്ട് അധ്യാസം ചെയ്തപ്പെട്ട ചിതാഭാസൻ. അധ്യാസം എന്നുള്ള വാക്കറിയാലോ, കയർ പാമ്പില് പാമ്പിനെ കാണുന്നത് അധ്യാസം. അതേപോലെ ചൈതന്യത്തിന്റെ പ്രതിഫലനം, അതിനെ ചിതാഭാസൻ എന്ന് പറയുന്നു. മനസ്സിലുണ്ടാകുന്ന പ്രതിഫലനം കണ്ണാടിയിൽ ഉണ്ടാകുന്ന പോലെ ആ ചിതാഭാസനെ ആണ് നമ്മൾ ജീവൻ എന്ന് പറയുന്നത്. അപ്പൊ അത് മനസ്സിന്റെ സൂക്ഷ്മ ശരീരം, സ്ഥൂല ശരീരം ഇവയെ ജീവൻ, മനസ്സ്, സൂക്ഷ്മ ശരീരം, സ്ഥൂല ശരീരം ഇവയെ ജീവൻ എന്നെടുത്താൽ ആ ജീവൻ മിഥ്യയാണ്. ചൈതന്യത്തെ വിട്ട് അധ്യാസം ചെയ്യപ്പെട്ട ചിതാഭാസൻ മനസ്സ്, സൂക്ഷ്മ ശരീരം, സ്ഥൂല ശരീരം ഇവയെ ജീവൻ എന്നെടുത്താൽ ആ ജീവൻ മിഥ്യ. ചിതാഭാസൻ അല്ലെ, അങ്ങനെ മനസ്സിലിങ്ങനെ പ്രതിഫലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒറിജിനൽ വെളിച്ചം അവിടെ ഉണ്ട്, അതിന്റെ പ്രതിബിംബത്തെയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ആ പ്രതിബിംബം സത്യമല്ലല്ലോ, പ്രതിബിംബം തന്നെയല്ലേ അത്. അതെങ്ങനെയാ ഒറിജിനലാവുന്നേ? ഓരോ പാത്രങ്ങളിലും കാണുന്ന സൂര്യൻ ഒറിജിനലാവില്ല. പല തടാകങ്ങളിൽ കാണുന്ന സൂര്യൻ ഒറിജിനലാവില്ല. സൂര്യന്റെ എല്ലാ ധർമ്മവും ഇതിനുണ്ടെന്ന് പറയാൻ പറ്റില്ല. അപ്പോ ഒറിജിനൽ അവിടെ ഉണ്ട്, ഇത് പ്രതിഫലനം മാത്രമാണ്. അപ്പൊ അങ്ങനെ ചിതാഭാസൻ മനസ്സ്, സൂക്ഷ്മ ശരീരം, സ്ഥൂല ശരീരം ഇവയെ ഒന്നും ജീവനായിട്ട് എടുക്കരുത്. അവനൊക്കെ ജീവൻ എന്നെടുത്താൽ ആ ജീവനാണ് മിഥ്യ. ആ ജീവത്വമാണ് സംസാരിത്വം.
അങ്ങനെയാണ് നമ്മളിപ്പോ സംസാരിയായിട്ടിരിക്കുന്നത്. നമ്മൾ ദേഹത്തെ എടുക്കുന്നു, മനസ്സിനെ എടുക്കുന്നു, സൂക്ഷ്മ ശരീരത്തെ എടുക്കുന്നു, ചിതാഭാസനെ എടുക്കുന്നു. അപ്പൊ നമ്മള് എന്തായി? നമ്മള് സംസാരിയായി, നമ്മൾ ജീവത്വത്തിൽ ഇരുന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ജീവൻ എന്ന് വിചാരിക്കുമ്പോൾ ഒട്ടനെ നമ്മൾ എന്തുണ്ടാവും? ഞാൻ ജീവൻ എന്ന് വിചാരിച്ചാൽ ഉടനെ നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യപ്പെടും. വലിയ തത്വമാണ് ഈ ശ്ലോകത്തിൽ. ഞാൻ ജീവൻ നമ്മൾ പറയുമ്പോൾ അങ്ങനെയല്ലേ പറയാ? ഞാൻ ജീവൻ തന്നെയല്ലേ നമ്മൾ പറയാ? ശരിക്കും ഞാൻ ആത്മാ എന്ന് നമ്മൾ പറയാറില്ലല്ലോ. ആത്മാ ജീവൻ ഒന്ന് തന്നെയാണ് നമ്മൾ വിചാരിച്ചിരിക്കുന്നത്. ജീവത്വം കൽപ്പിക്കപ്പെട്ടതാണ്, ആത്മാ ഒറിജിനലാണ്. ഇതാണ് വ്യത്യാസം. ഇത് വളരെ ഗഹനമാണ്, സാധാരണ നിലയ്ക്ക് മനസ്സിലാവില്ല. വേറെ ആരോട് ഇത് പറയാനും പോണ്ട, ഒരാൾ തൊട്ട് പറഞ്ഞാലും മനസ്സിലാവില്ല. മൊത്തം കൺഫ്യൂഷനേ ആവുകയുള്ളൂ. നമ്മുടെ കൺഫ്യൂഷൻ തന്നെ ഒത്തിരി നാളുകൊണ്ടേ മാറത്തുള്ളൂ. വീണ്ടും വീണ്ടും വായിച്ച് ചിന്തിച്ച് ഇതാണ് വിചാരം ചെയ്യില്ല. വീണ്ടും 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 ഇതിനെക്കുറിച്ച് വിചാരം ചെയ്യുക. ജീവത്വം എന്നുള്ളതാണ് നമ്മളെ അപകടപ്പെടുത്തിയിരിക്കുന്ന സാധനം. ഈ ജീവത്വം എന്നുണ്ടായി എന്ന് വെച്ചാൽ അറിയാൻ പറ്റില്ല, എപ്പോഴോ ഉണ്ടായി. ജീവത്വം അജ്ഞാനമാണ്. ഞാൻ ജീവനല്ല. ഞാൻ ആരാണ്? ഞാൻ ആത്മായാണ്. ജീവത്വം എന്ന് പറയുമ്പോൾ അവിടെ മനസ്സ്, സൂക്ഷ്മ ശരീരം, സ്ഥൂല ശരീരം, അങ്ങനെ പലതും അവിടെ വന്ന് ഭവിച്ചു. അതുകൊണ്ട് ഞാൻ അതല്ല, അത് ഓർക്കണം. ജീവത്വം എടുത്തു കഴിയുമ്പോൾ ഉടനെ ഞാൻ വേറെ, നീ വേറെ, മറ്റുള്ളവർ വേറെ, എല്ലാം വേറെ 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 വേറെയായി. അതുകൊണ്ട് ആ കാര്യത്തെ വളരെയധികം ശ്രദ്ധിച്ച് നമ്മൾ മനസ്സിലാക്കണം. ഞാൻ ജീവൻ എന്ന് വിചാരിക്കുമ്പോൾ മറ്റുള്ളവരിൽ നിന്ന് ഞാൻ എന്നെ സെപ്പറേറ്റ് ചെയ്യുന്നു. ഉടനെ എൻ്റെ അന്ധക്കരണം, അതായത് എന്താണ്? മനസ്സ്, ചിത്തം, ബുദ്ധി, അഹങ്കാരം, ഇവയുടെ ധർമ്മങ്ങളെല്ലാം എൻ്റെ ധർമ്മമായി മാറുന്നു. അങ്ങനെയാണ് സംസാരിയാകുന്നത്. എങ്ങനെയാണ് നമ്മൾ സംസാരിയായിട്ട് മാറുന്നത്? ഇങ്ങനെ ഓരോന്നും മനസ്സ്, ചിത്തം, ബുദ്ധി, അഹങ്കാരം, ഈ ധർമ്മങ്ങളെല്ലാം എൻ്റെ ധർമ്മങ്ങളായിട്ട് മാറും. എപ്പോ? ഞാൻ ജീവൻ എന്ന് വിചാരിക്കുമ്പോൾ. ഇതാണ് കയറി വരുന്നത്. അന്ധകരണമാണ് വരുന്നത്. അന്ധകരണമാണ് പിന്നെ അവിടെ വർക്ക് ചെയ്യുന്നത്. അന്ധകരണം വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ധർമ്മങ്ങളൊക്കെ ജീവന്റെ ധർമ്മമാണ്, ജീവധർമ്മമായി. അത് ആത്മധർമ്മത്തെ മറച്ച് ജീവധർമ്മത്തിലേക്ക് പോയി കാര്യങ്ങൾ. എന്റെ പേഴ്സണാലിറ്റി എന്റെ ഗുണമായി മാറുന്നു. ജീവത്വത്തിന്റെ പേഴ്സണാലിറ്റി മനസ്സിന്റെ ഗുണമായി തീരുന്നു. അങ്ങനെയാണ് ആ ത്രിഗുണങ്ങൾ കയറി പിന്നെ വരാൻ തുടങ്ങും. ഞാൻ നല്ലവൻ, ഞാൻ ചീത്ത, ഞാൻ സത്വഗുണമുള്ളവൻ, ഞാൻ തമോ ഗുണമുള്ളവൻ, ഞാൻ മടിയൻ, ഞാൻ സമർത്ഥൻ, ഞാൻ ധൈര്യശാലി, ഞാൻ ശക്തിവാൻ. ഇതൊക്കെ എവിടെയാ? മനസ്സിനെയും ബുദ്ധിയെയും, അല്ലെ? ബുദ്ധിമാൻ എന്ന് പറയുന്നത് ബുദ്ധിയുള്ള, ബുദ്ധിയുടെ ഉപയോഗിച്ചിട്ടാണ് ബുദ്ധിമാൻ എന്ന് പറയുന്നത്. മണ്ടൻ എന്ന് പറയുന്നത് ബുദ്ധിയെ വെച്ചുകൊണ്ടാണ്. അതെല്ലാം ഈ കൽപ്പിക്കുന്നതാണ്. അത് മുഴുവൻ കൽപ്പിക്കുന്നതാണ്. ആത്മാ ബുദ്ധിമാനുമല്ല, മണ്ടനുമല്ല, ഒന്നുമല്ല. സർവ ചൈതന്യ സ്വരൂപം. ജീവിതത്തിലാണ് ബുദ്ധിമാനും മണ്ടനും ഒക്കെ വരുന്നത്. ശക്തിശാലി, ധൈര്യശാലി, ഒന്നിനും കൊള്ളില്ലാത്തവൻ, തടിയുള്ളവൻ, തടി കുറഞ്ഞവൻ, ശരീരത്തെ വരുമ്പോ ഭ്രാന്തൻ, മനസ്സിന് ഉറപ്പില്ലാത്തവൻ, മനസ്സിനെ എടുക്കുമ്പോ മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം, ഞാൻ കേമൻ, അഹങ്കാരം വന്നു, അയാളൊന്നിനും കൊള്ളില്ല, വളരെ കേമൻ. ഇങ്ങനെ ശരിക്കും നമ്മൾ ആലോചിച്ചാൽ അറിയാം. നമ്മൾ ഓരോന്നിനെയും നമ്മൾ എടുക്കുക, എന്നിട്ട് ഈ അന്ധക്കരണത്തിൽ പെട്ടതാണോ ഇതെന്നൊന്ന് ചിന്തിക്കുക. ഓരോന്നിനെയും എടുത്തിട്ട് അന്ധക്കരണവുമായിട്ടൊന്ന് ബന്ധപ്പെടുത്തുക. അപ്പൊ നമുക്ക് കിട്ടും. മനസ്സിൽ ചില കാര്യങ്ങളൊക്കെ മനസ്സിന്റെയാണ്, ചില കാര്യങ്ങളൊക്കെ ചിത്തത്തിന്റെയാണ്, ചില കാര്യങ്ങളൊക്കെ ബുദ്ധിയുടെയാണ്, ചില കാര്യങ്ങളൊക്കെ അഹങ്കാരത്തിന്റെയാണ്. അപ്പോ സൂക്ഷ്മ ശരീരത്തിന്റെ കാര്യങ്ങളായി. പിന്നെ സ്ഥൂല ശരീരത്തെ ബാധിക്കുന്നതാണ് വേറെ പലതും. വെളുത്തതാണ്, കറുത്തതാണ്, പൊക്കം കുറഞ്ഞതാണ്, പൊക്കം കൂടിയതാണ്, വണ്ണം കൂടിയതാണ്, വണ്ണം കുറഞ്ഞതാണ്. ഇങ്ങനെ കണ്ണ് കാണുന്നവനാണ്, കണ്ണ് കാണാത്തവനാണ്, ചെവി കേൾക്കുന്നവനാണ്, ചെവി കേൾക്കാത്തവനാണ്. ഇങ്ങനെ സ്ഥൂല ശരീരത്തെയും പിന്നെ ബാധിക്കും.
അപ്പൊ ഇതൊന്നുമല്ലല്ലോ നമ്മള്. പക്ഷെ നമ്മൾ എന്ത് പറയും? ഇതാണ് ഞാൻ. എന്ത് ചെയ്താൽ നമ്മൾ സമ്മതിക്കത്തില്ല. ഞാൻ ഇതാണ്, ഞാൻ പൊക്കം കുറഞ്ഞവനാണ്, ഒരു തരത്തിലും സമ്മതിക്കത്തില്ല. ഞാൻ വണ്ണമുള്ള ആളാണ്, നേരത്തെ മെലിഞ്ഞതായിരുന്നു ഇപ്പൊ വണ്ണമുള്ള, അതും പറയും. ഇപ്പൊ നേരത്തെ നല്ല വണ്ണമായിരുന്നു, ഇപ്പോഴാണ് ഞാൻ മെലിഞ്ഞത്, അതും പറയും. എല്ലാം നമുക്ക് വലുത് പിടിപ്പിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. ഇതിൽ നിന്ന് വിട്ടുപോരാൻ പറ്റുമോ? അതുകൊണ്ടാണ് ഈ ശ്ലോകം അത്രയും പ്രാധാന്യമുണ്ടെന്ന് ആചാര്യസ്വാമി പറഞ്ഞിരിക്കുന്നത്. എന്റെ പേഴ്സണാലിറ്റി എന്റെ മനസ്സിന്റെ ഗുണമായി മാറുന്നു. അത് ഉണ്മയല്ല, അത് കൽപ്പനയാണ്, ഞാനല്ലത്. ഇത് നശിച്ചു പോകുന്ന ശരീരമാണ്. അന്ധകരണം എല്ലാം പോവും, എല്ലാം പോവും. അതൊന്നും സ്ഥിരമല്ല. സൂക്ഷ്മമായിട്ടുള്ള ശരീരവും സ്ഥിരമല്ല, സ്ഥൂലമായിട്ടുള്ള ശരീരവും സ്ഥിരമല്ല. ഇനി അതിന്റെ ഉദാഹരണം പറയുകയാണ്. യദ്വ മൃതി ഘടഭ്രാന്തിം ശുക്തൗവ രജതസ്ഥിതിം. യദ്വത് ഏതു വിധം, യദ്വത് എന്ന് പറഞ്ഞാൽ ഏതു വിധം, മൃതി ഘടഭ്രാന്തി, മൃതി ഘടഭ്രാന്തി. മൃതി എന്ന് പറഞ്ഞാൽ കളിമണ്ണ്. കളിമണ്ണിൽ, മൃതിയില്, കളിമണ്ണില്, മൃത് ആണ് കളിമണ്ണ്, മൃത്. അപ്പൊ മൃതി എന്ന് പറഞ്ഞാൽ കളിമണ്ണിൽ എന്നർത്ഥം. ഘടഭ്രാന്തി എന്ന് പറഞ്ഞാൽ കളിമണ്ണില് പാത്രം, ഘടം എന്ന് പറഞ്ഞാൽ പാത്രം, പാത്രം എന്ന വിചാരത്തെ, കളിമണ്ണിലുകൊണ്ട് പാത്രം ഉണ്ടായപ്പോ കളിമണ്ണിനെ മറന്ന് നമ്മൾ എന്താ പറയുന്നത്? പാത്രം എന്ന് പറയും. കളിമണ്ണിനെ ഓർക്കുന്നില്ല അവിടെ. ഇതേപോലെ ഏത് ലോഹവും ആയിക്കോട്ടെ, കളിമണ്ണാണ് വേദാന്തത്തിൽ എപ്പോഴും ഉപയോഗിക്കുന്നത്, കളിമൺ പാത്രം. അപ്പൊ കളിമണ്ണിനെ വിസ്മരിച്ച് നമ്മൾ എന്ത് ചെയ്യും? അവിടെ പാത്രത്തെ കാണും. ഇത് കളിമണ്ണാണെന്നല്ലോ നമ്മൾ പറയുക. കണ്ട ഉടനെ പറയാ പാത്രവും, പാത്രത്തിന്റെ ഭംഗിയും വലുപ്പവും അളവും ഉപയോഗവും ഇതൊക്കെയാണ് നമ്മൾ പറയുക. അപ്പൊ പാത്രം എന്ന വിചാരത്തെ കളിമണ്ണില് നമ്മൾ അധ്യാസം ചെയ്യുകയാണ്, അവിടെ ഉറപ്പിക്കുകയാണ്, അവിടെ വെക്കുകയാണ്, കയറ്റി വെക്കുകയാണ്. ഘടഭ്രാന്തി എന്നാണ് അതിന് വേദാന്തത്തിൽ പറയുന്നത്. അതേപോലെ ശുക്തൗ എന്ന് പറഞ്ഞാൽ കക്ക, കടലിന് പോയി കഴിഞ്ഞാൽ കക്ക, അത് എപ്പോഴും സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഉദാഹരണമാണ്. കക്കയെ കണ്ടിട്ട് വെള്ളിയാണെന്ന് വിചാരിക്കുക. അതിന്റെ കക്ക ഇങ്ങനെ കടൽ തീരത്ത് കിടക്കുന്ന കക്ക ചെറിയ ഒരു പ്രകാശത്തിൽ അതിങ്ങനെ തിളങ്ങും. തിളങ്ങുമ്പോ അതിനെ വെള്ളിയാണ് എന്ന് തെറ്റിദ്ധരിക്കും. അപ്പോ വെള്ളിയെ പോലെ തോന്നും കക്ക. ഒറിജിനൽ കക്ക വെള്ളിയെ പോലെ തോന്നും. അതും തോന്നലല്ലേ? കക്ക കക്ക തന്നെയാണ്. പക്ഷെ നമുക്ക് എന്താ തോന്നുന്നേ? വെള്ളിയായിട്ട് തോന്നുന്നു, വെള്ളി എന്ന് തോന്നുന്നു. മൃതിയില്, കളിമണ്ണില് പാത്രം എന്ന് തോന്നുന്നു. സാധാരണ നമ്മൾ വേദാന്തത്തിൽ ഉപയോഗിക്കുന്ന കയറും പാമ്പുമാണ്. കയറില് പാമ്പ് എന്ന് തോന്നുന്നു. അപ്പോ കക്കയും വെള്ളിയും അതൊക്കെ നമ്മൾ പറയും. കാരണം ഒന്നിനെ കണ്ടാൽ പേടിച്ചു പോകും. ഏതാണ്? കയറില് പാമ്പിനെ കണ്ട ഭയം, അടുത്തേക്ക് പോവില്ല, അകന്നു പോകും, പേടിച്ചു പോകും. മറ്റേ കക്കയില് വെള്ളിയെ കണ്ടാലോ വേഗം അതിന്റെ അടുത്തേക്ക് ചെന്നത് എടുക്കും. രണ്ടും തമ്മിലുള്ള വ്യത്യാസം, അധ്യാസങ്ങൾ തമ്മിലുള്ള മാറ്റം. ഒരെണ്ണത്തില് ഒരു അധ്യാസം ഉണ്ടായപ്പോ അവിടെ നിന്ന് പേടിച്ച് പിന്മാറുന്നു, വേറൊരു തരത്തിലൊരു അധ്യാസം ഉണ്ടായപ്പോ അതിന്റെ അടുത്തേക്ക് ചെന്ന് അട്രാക്ട് ചെയ്യപ്പെടുന്നു. ഇതാണ് മായയുടെ കളി. ഒന്നിനെ കാണുമ്പോൾ പേടിച്ചോടുന്നു, മറ്റേതിനെ കാണുമ്പോൾ എടുക്കുവാനായി അടുത്തേക്ക് ഓടുന്നു. അപ്പൊ ലോകം ഭയം തരുന്നുണ്ട്. ലോകം എപ്പോൾ അധ്യാസം ചെയ്യുമ്പോൾ ലോകം ഭയം തരുന്നു, അധ്യാസം ചെയ്യുമ്പോൾ ലോകം ഭയം തരുന്നു. പിന്നെ ചിലപ്പോ എന്ത് തരുന്നു? മോഹം തരുന്നു, അറ്റാച്ച്മെന്റിനെ തരുന്നു, അല്ലേ? വെള്ളിയെ കാണുമ്പോൾ എടുക്കാൻ പോകുന്ന ഒരു അറ്റാച്ച്മെന്റ്, അതിനോട് വേണമെന്നുള്ള തോന്നലല്ലേ? മോഹമല്ലേ? അപ്പൊ ലോകം എന്ത് തരും? ലോകം ഭയത്തെയും തരും, ലോകം മോഹത്തെയും തരും. ശങ്കരാചാര്യർ ഈ സമയത്ത് പറയുന്നു, സംസാരത്തെ ശങ്കരാചാര്യരെ പ്രവൃത്തി നിവൃത്തി രൂപം എന്ന് പറയാറുണ്ട് അത്രേ. പ്രവൃത്തി നിവൃത്തി രൂപം എന്ന് ശങ്കരാചാര്യ സ്വാമികള് സംസാരത്തെ പറയാറുണ്ടെന്നാണ് പറയുന്നത്. മനസ്സിൽ പ്രവൃത്തി ഉണ്ടായാൽ സംസാരം, ഒരു പ്രവൃത്തി ഉണ്ടായാൽ സംസാരം. നിവൃത്തി, അതായത് വേണ്ട എന്ന് പറഞ്ഞ് ഓടാൻ തുടങ്ങുമ്പോൾ
അത് നിവൃത്തിയാണ്, അതും സംസാരം. പ്രവൃത്തിയും നിവൃത്തിയും സംസാരം. പ്രവൃത്തി നിവൃത്തി സംസാരം എന്ന് പറയുന്നു. ഈ സ്ഥിതിയെ പോലെ, അതാണ് പിന്നത്തെ തദ്വത് എന്ന് പറഞ്ഞതിന്റെ കാര്യം. തദ്വത് ബ്രഹ്മണി അല്ലെ, അടുത്ത വാചകം വരുന്ന ഇവിടെയാണല്ലോ. ആദ്യം പറഞ്ഞു യദ്വത് മൃതികടഭ്രാന്തിം ശുക്തൗവാ രജതസ്ഥിതം തദ്വത് ബ്രഹ്മണി ജീവത്വം. അപ്പൊ ആ ഒരു തദ്വത്, നേരത്തെ യദ്വത് ഏതു വിധം എന്ന് പറഞ്ഞു, ഇപ്പൊ തദ്വത് എന്ന് പറഞ്ഞു. തദ്വത് എന്ന് പറയുമ്പോ അതുപോലെ. അപ്പൊ ഏതുപോലെ എന്ന് വെച്ചാൽ നേരത്തെ ഈ പറഞ്ഞ അധ്യാസം പോലെ ബ്രഹ്മണി, ബ്രഹ്മത്തിൽ ജീവത്വം നാം കാണുന്നു. ബ്രഹ്മത്തിൽ തദ്വത് ബ്രഹ്മണി ജീവത്വം വീക്ഷമാണേന പശ്യതി ഭ്രാന്ത്യാ പശ്യതി നസ്വതഃ. രണ്ടു തരത്തിൽ പറഞ്ഞല്ലോ, അത് നോക്കാം. എങ്ങനെയാണോ കളിമണ്ണ് പാത്രം ഉണ്ടാക്കി കഴിഞ്ഞപ്പോ കളിമണ്ണിനെ കാണാതെ പാത്രം എന്ന നാമത്തെ മാത്രം കാണുന്നു. കക്കയില്, ഒറിജിനൽ കക്കയില് കക്കയെ കാണാതെ വെള്ളി എന്നൊരു തെറ്റിദ്ധാരണ മൂലം അധ്യാസം കൊണ്ട് വെള്ളി എന്ന് നനയ്ക്കുന്നു. അതുപോലെ തദ്വത് ബ്രഹ്മണി, ബ്രഹ്മത്തിൽ ജീവത്വം നാം കാണുന്നു. കളിമണ്ണിൽ എന്തുണ്ട് എന്ന് ചോദിച്ചാൽ എന്താണ്? കളിമണ്ണില് കളിമണ്ണ് തന്നെ. പാത്രം എന്ന് പറയാൻ പറ്റുമോ? പറയാനില്ലല്ലോ. കളിമണ്ണിൽ എന്തുണ്ട്? പാത്രമുണ്ടെന്ന് പറയോ? ഇല്ല. കളിമണ്ണിൽ എന്തുണ്ട്? കളിമണ്ണുണ്ട്. പാത്രത്തിലോ എന്തുണ്ടെന്ന് ചോദിച്ചാൽ എന്ത് പറയും? പാത്രം ഉണ്ടായിരിക്കുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ കളിമണ്ണാണെന്ന് പറയാൻ പറ്റും. അപ്പോ പാത്രം എന്നുള്ളത് നമ്മൾ കൊടുക്കുന്ന ഒരു നാമം മാത്രമാണ്. കുടം എന്നോ ഗ്ലാസ് എന്നോ പ്ലേറ്റ് എന്നോ ഒക്കെ കൊടുക്കുന്ന ഒരു നാമം മാത്രമാണ്. സംഭവം കളിമണ്ണ് തന്നെ. അതാണ് ഘടഭ്രാന്തി എന്ന് പറഞ്ഞത്. അതിന് പല നാമങ്ങൾ നമ്മൾ കൊടുക്കുന്നതാണ്. ഒറിജിനലി അത് കളിമൺ മാത്രമാണ്, എല്ലാം കളിമണ്ണാണ്. പക്ഷെ നാമങ്ങളെല്ലാം നമ്മൾ കൊടുക്കുന്ന നാമങ്ങളാണ്. അതേപോലെ കക്കയില് വെള്ളി നാം കൽപ്പിച്ചതാണ്. കക്കയിലെ വെള്ളി നാം കൽപ്പിച്ചതാണ്. അതുപോലെ, അതാണ് ശ്രദ്ധിക്കേണ്ടത്. എക്സാമ്പിൾ പറഞ്ഞ് ആചാര്യസ്വാമി എക്സാമ്പിൾ പറഞ്ഞ് അതിന് വേണ്ടിയിട്ട്, അതുപോലെ ബ്രഹ്മത്തിൽ ബ്രഹ്മം മാത്രമേ ഉള്ളൂ. ബ്രഹ്മത്തിൽ ബ്രഹ്മമാണ്. ബാക്കി എല്ലാം നമ്മൾ കൽപ്പിക്കുന്നതാണ്. ജീവത്വം നാം കൽപ്പിച്ചതാണ്. എല്ലാം വേറെ 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 വേറെ, അയാള് വേറെ ഇയാള് വേറെ, രാമൻകുട്ടി വേറെ, കൃഷ്ണൻ വേറെ, കല്യാണിയമ്മ വേറെ, എല്ലാം വേറെ വേറെ എന്ന് വെച്ചത് നമ്മളാണ്. പൂച്ച വേറെ, പട്ടി വേറെ, മരം വേറെ, പർവ്വതങ്ങൾ വേറെ, നദി വേറെ, എല്ലാം നമ്മൾ കൽപ്പിച്ച നാമങ്ങളാണ്. ഒന്നേ ഉള്ളൂ, ബ്രഹ്മം മാത്രം, ഈശ്വരൻ മാത്രം, സത്യം, ചൈതന്യം മാത്രം. അപ്പൊ ജീവത്വത്തെ കൽപ്പിച്ചതാണ് ഏറ്റവും പ്രശ്നം. ബാക്കിയുള്ളതൊക്കെ പിന്നെ എങ്ങനെയെങ്കിലും നമ്മൾ കുറെ വായിച്ചും മനസ്സിലാക്കിയും സാധനം ചെയ്തൊക്കെ കടന്നു പോകാം. ഈ ജീവത്വം കൽപ്പിച്ചിരിക്കുന്നതിൽ നിന്ന് നമ്മൾ ജ്ഞാനത്തിലേക്ക് വരാൻ എളുപ്പമല്ല. അത്രയും ശക്തമാണ് ആ ജ്ഞാനം. അപ്പോ നേരത്തെ പറഞ്ഞു തദ്വത് ബ്രഹ്മണി ജീവത്വം. അതുപോലെ ബ്രഹ്മത്തിൽ നാം ജീവത്വത്തെ കൽപ്പിച്ചിരിക്കുന്നു. ജീവൻ എന്ന തന്മയെ നാം കൽപ്പിച്ചിരിക്കുന്നു. അപ്പൊ ചോദിച്ചു, ശരിയാണ്, നമ്മൾ ഇങ്ങനെ കൽപ്പിച്ചിരിക്കുന്ന എല്ലാം വേറെ വേറെ കണ്ടുകൊണ്ടിരിക്കുന്നു. എല്ലാ ജീവന്മാരെയും നമ്മൾ വേറെ കാണുന്നു. എത്രയോ ജീവികൾ, എത്രയോ ആണുങ്ങൾ, പെണ്ണുങ്ങൾ, ഇങ്ങനെ പല. അപ്പോ എത്ര നാള് നമുക്ക് ഇതിങ്ങനെ ഈ ജീവത്വം നമുക്ക് ഇങ്ങനെ തോന്നും എന്നൊരു ചോദ്യം. എത്ര നാൾ ഇങ്ങനെ ഉണ്ടാകും? അതിനാണ് ഇവിടെ പറഞ്ഞ് വീക്ഷമാണേന പശ്യതി എന്ന് പറഞ്ഞു. വീക്ഷമാണേ ന പശ്യതി. വീക്ഷമാണേ വളരെ പ്രധാനപ്പെട്ട ഒരു വാക്കാണ് അവിടെ. ശരിയായ രീതിയിൽ അധിഷ്ഠാനത്തെ നോക്കുമ്പോൾ എന്നാണ് അതിന്റെ അർത്ഥം. വീക്ഷമാണേ, ചുമ്മാ നോക്കുന്നതല്ല, ശരിയായ രീതിയിൽ അധിഷ്ഠാനത്തെ നോക്കുമ്പോൾ, അതാണ് വീക്ഷമാണേ. വളരെ പ്രധാനപ്പെട്ട ഒരു വാക്ക്. വീക്ഷമാണേ ന പശ്യതി. ശരിയായ രീതിയിൽ അധിഷ്ഠാനത്തെ നോക്കുമ്പോൾ, അപ്പൊ ശരിക്കും പറഞ്ഞാൽ അവിടെ അധിഷ്ഠാനേ വീക്ഷമാണേ എന്ന് ഉപയോഗിച്ചാൽ നന്നായിരിക്കും. അധിഷ്ഠാനേ വീക്ഷമാണേ ന പശ്യതി എന്ന് പറഞ്ഞാൽ വളരെ ക്ലിയർ ആയി നമുക്ക് വേഗം മനസ്സിലാവും. ആരോപിച്ചതിനെ കാണില്ല.
ഈക്ഷമാണേ ന പശ്യതി. അധിഷ്ഠാനത്തിൽ ശരിയായിട്ട് ആ അധിഷ്ഠാനത്തെ വെച്ചുകൊണ്ട് നോക്കിയാൽ അതിലെന്തിനെ കാണില്ല? ഈ പറഞ്ഞ ആരോപിച്ചതിനെ, അധ്യാസം ചെയ്തതിനെ നമ്മൾ കാണില്ല. എന്താണ് ആരോപിച്ചത്? പാത്രം, പാമ്പ്, വെള്ളി, ഇതൊന്നും നമ്മൾ കാണില്ല. ഒറിജിനൽ മാത്രമേ കാണുള്ളൂ. അപ്പൊ എന്ത് വേണം? അധിഷ്ഠാനത്തെ ആശ്രയിച്ച് നോക്കണം. പാത്രത്തെ കാണുമ്പോൾ എന്തിൽ നിന്നുണ്ടായി എന്ന് ഓർക്കണം. വെള്ളിയെ കാണുമ്പോൾ വെള്ളിയാണോ എന്തിൽ നിന്നുണ്ടായി എന്ന് ഓർക്കണം. എവിടെയാണ് അധ്യാസം ചെയ്യപ്പെട്ടതെന്ന് ഓർക്കണം. കക്കയിൽ വെള്ളിയെ കാണുമ്പോൾ, കയറിൽ പാമ്പിനെ കാണുമ്പോൾ ശരിയായ പാമ്പാണോ എന്നുള്ളത് ഓർക്കണം. അധ്യാസം ചെയ്തതാണോ എന്ന് നോക്കണം. അങ്ങനെ നോക്കുമ്പോൾ ജീവന്മാർ എവിടെ നിന്നുണ്ടായി? അധിഷ്ഠാനത്തെ നോക്കണം. അധിഷ്ഠാനം ബ്രഹ്മം. അപ്പൊ ജീവൻ, ജീവത്വം അവിടെ ഇല്ല. അത് വെറും തോന്നൽ മാത്രമാണ്, മിഥ്യയാണ്. ബ്രഹ്മത്തെ കണ്ടാൽ ജീവത്വമില്ല, ജീവത്വം കണ്ടാൽ ബ്രഹ്മത്വം കാണില്ല. എന്നെ രസമായിട്ടാണ് അത് പറഞ്ഞിരിക്കുന്നത്. ജീവത്വത്തെ ബ്രഹ്മത്തെ കണ്ടാൽ, കണ്ടാൽ മീൻസ് ബ്രഹ്മം എന്നറിഞ്ഞാൽ, ജ്ഞാനം വന്നാൽ ജീവത്വമില്ല. ജീവത്വം കണ്ടാൽ, സംസാരിയായാൽ, അജ്ഞാനത്തിലിരുന്നാൽ ബ്രഹ്മത്വം കാണില്ല. ഇവിടെ ഒരു സംശയം വരാം. കളിമണ്ണില് പാത്രത്തെ ദർശിക്കുന്നുണ്ട്. പാത്രം എന്നൊരു ഒബ്ജക്റ്റ്, കളിമൺ എന്ന വേറൊരു ഒബ്ജക്റ്റ് ഉണ്ട് എന്ന് വന്നാലോ എന്നൊരു സംശയമുണ്ട്. അപ്പോ ഒരു ഒബ്ജക്റ്റിൽ മറ്റൊരു ഒബ്ജക്റ്റിനെ കാണുന്നു എന്നൊരു തോന്നൽ ഇവിടെ ഉണ്ടാകാം. ഈ ശ്ലോകത്തിലെ ഘടഭ്രാന്തിയെ അടുത്ത ശ്ലോകത്തിൽ ആചാര്യസ്വാമി വിശദമാക്കുന്നുണ്ട്. പാത്രം എന്നാൽ സത്യമായും എന്ത്, വെള്ളി എന്നാൽ സത്യമായും എന്ത്, ജീവൻ എന്നാൽ സത്യമായും എന്ത്, അത് അടുത്ത ശ്ലോകത്തില് ഒന്നുകൂടെ ക്ലിയർ ആകും. അപ്പൊ നമുക്ക് സംശയമാണല്ലോ, നമ്മൾ സംശയത്തിന്റെ ആശാന്മാരാണല്ലോ, സംശയമുള്ളൂ നമുക്ക്. അപ്പോ ആചാര്യസ്വാമിക്ക് അറിയാം ഇതിങ്ങനെ ഉള്ള സംശയങ്ങളൊക്കെ ഉണ്ടാകുന്നറിയാം ഒരു ജീവനെ സംബന്ധിച്ചത്. അപ്പൊ ആ ജീവനെ അവന്റെ ജീവത്വത്തിൽ നിന്ന് മോചിപ്പിച്ച് അവന്റെ സത്യമായ ആത്മാ എന്ന തിരിച്ചറിവിലേക്ക് നയിക്കാൻ വേണ്ടിയിട്ടാണല്ലോ ആചാര്യസ്വാമി പുസ്തകം എഴുതിയത്. അപ്പോ അതെപ്പോ ഉണ്ടാവും? അപരോക്ഷ അനുഭൂതി എപ്പോ ഉണ്ടാവും? ആത്മ അനുഭൂതി എപ്പോ ഉണ്ടാവും? ഈ ഗ്രന്ഥം ശരിക്കും പഠിച്ച് അനുഭവത്തിലേക്ക് അതെടുത്ത് കൊണ്ടുവന്ന് നല്ല സാധന ചെയ്ത് വീണ്ടും വീണ്ടും ചിന്തിച്ച് മുന്നോട്ട് പോയാൽ ഈ ഒരൊറ്റ ഗ്രന്ഥം മതി. വേറെ ഒന്നും ഇനി പഠിക്കേണ്ട കാര്യമില്ല. ഈ ഗ്രന്ഥം തീരുമ്പോ ശരിക്കും നമ്മൾ ജ്ഞാനിയായി മാറും. അജ്ഞാനം നമ്മളിൽ നിന്ന് അകലും, ഉറപ്പാണ്. ചുമ്മാ വായിച്ചു പോയാൽ പോരാ, വെറുതെ വായിച്ചു പോയാൽ പോരാ. ഇന്നലെ ഒരു ചെറിയൊരു കാര്യം, സുബ്രഹ്മണ്യ സാർ ഉണ്ടായിരുന്നു ഇന്നലെ അവിടെ വേദിയിൽ, ആ ഭാഗം അവിടെ സാർ ഉണ്ടായിരുന്നു കാണാൻ. അവിടെ ഇന്നലെ ഒരു ആദരവ് നടന്നു. അപ്പോ ഇന്നലെ രാവിലെ ഞാൻ ഇവിടെ നൂറിനാട് മഹാവതാർ ബാബാജിയുടെ സന്നിധാനത്തില് അവിടെ പ്രതിഷ്ഠാദിനം ഒരു ആഘോഷമായിട്ട് നടന്നു. അപ്പൊ അതിന് വേദമന്ത്രങ്ങൾ ജപിക്കാനായിട്ട് പോയി. അവിടെ കുറച്ചുപേര് പഠിച്ചവരുണ്ടായിരുന്നു. അവർക്ക് ഒരു സമർപ്പണമായിട്ട് അവർ ഭഗവാന്റെ പാദത്തിൽ സമർപ്പിച്ചു. നല്ല രീതിയിൽ 2 മണിക്കൂറോളം അവിടെ ജപിച്ചു. ഉടനെ തിരിച്ചു വന്നു. കോട്ടയത്ത് തിരുനക്കരയിൽ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അവിടെ കുഞ്ഞുങ്ങളുടെ വേദജപമായിരുന്നു വെച്ചിരുന്നത്. അപ്പോ കഴിഞ്ഞ ഒരാഴ്ച മുമ്പാണ് അവർ പറഞ്ഞത്, കുട്ടികളെല്ലാവരും തയ്യാറായി, നല്ലൊരു വേദിയാണ്, ഒത്തിരി ആൾക്കാരുള്ളൊരു വേദിയാണ്, കുട്ടികൾ ഇത് എല്ലാവരും അറിയണം, പുതിയ തലമുറയ്ക്ക് അതൊരു പാഠമാകണം, ധാരാളം പേർക്ക് ഇത് പഠിക്കണം, വേദം എല്ലാവരിലേക്കും എത്തിക്കണം എന്നുള്ള സതുദ്ദേശത്തോടെ നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ അവര് 2 ദിവസം മുമ്പ് അവർ വിളിച്ചു പറഞ്ഞു, അവര് കുറച്ചു പേരെ ആദരിക്കുന്നുണ്ട്, അതിന്റെ കൂട്ടത്തില് സാറിനെ കൂടെ ഞങ്ങളൊന്ന് അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്, അതുകൊണ്ട് ബയോഡാറ്റ ഒന്ന് വേണം. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മളിത് ഇങ്ങനെ ഇത് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ബയോഡാറ്റയെ കുറിച്ച് നേരത്തെ പറഞ്ഞത് എനിക്ക് നന്നായിട്ട് ഓർമ്മയുണ്ട്, അല്ലേ? നമ്മളെന്താ പറഞ്ഞേ? ഞാൻ എന്ന് പറയുമ്പോൾ നമ്മളെന്താ പറയുക? ആത്മാ എന്ന് പറഞ്ഞപ്പോ പറ്റുമോ? ഇപ്പൊ ഇവർക്ക് കടലാസ് കൊടുക്കുമ്പോ എന്നെ കുറിച്ചൊന്നും പറയണ്ട, ഞാൻ ആത്മാവാണ് എന്ന് അവിടെ പറയാൻ പറ്റുമോ? പറ്റില്ല. പക്ഷെ നമ്മളെന്തറിയാം, നമ്മൾ നമ്മുടെ ഉള്ളില് ഇത് തിരിച്ചറിയണം. നമുക്ക് കൊടുക്കാതിരിക്കാൻ പറ്റില്ല, ചില കാര്യങ്ങൾ കൊടുത്തല്ലേ പറ്റുള്ളൂ. അപ്പൊ അതിനകത്തും നമുക്ക് കുറെ കാര്യങ്ങൾ ചെയ്യാം. എന്താണ് അത്? ഏത് രീതിയിൽ അത് ഒരു സമൂഹത്തിന് പ്രയോജനപ്പെടുന്ന രീതിയിൽ, അഹങ്കാരം നമ്മളിൽ ഉണ്ടാകാത്ത രീതിയിൽ ഒരു ബയോഡാറ്റ കൊടുക്കാൻ നമുക്ക് സാധിക്കും.
അപ്പൊ ഞാനൊന്ന് പറഞ്ഞു, ഞാനൊരു റിട്ടയർഡ് ബാങ്ക് ഓഫീസറാന്ന് പറഞ്ഞു. അതുകൊണ്ട് ആർക്കും ഒരു അബദ്ധം ഉണ്ടാകാൻ പോകുന്നില്ല. പിന്നെ ഞാൻ എഴുതി കൊടുത്തത്, കഴിഞ്ഞ 30 വർഷമായിട്ട് സത്യസായി ഓർഗനൈസേഷനുമായിട്ട് പ്രവർത്തിക്കുന്നു. ഒരു നല്ല കാര്യമാണ്, ആർക്കും അതിനകത്ത് അപകടം ഉണ്ടാവാനില്ല, എനിക്കും പ്രത്യേകിച്ചൊരു വലിയ അഹങ്കാരം ഉണ്ടാകാനുള്ള കാര്യമില്ല. പിന്നെ എന്ന് പറഞ്ഞത്, 25 വർഷമായി കുറെ ആൾക്കാരെ, കുട്ടികളെയും വലിയവരെയും വേദം പഠിപ്പിക്കുന്നു. അതും സത്യമാണ്, അസത്യമൊന്നുമില്ല. അതിനകത്തും പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കേണ്ട കാര്യമില്ല. അത് പിന്നെ എന്ന് പറഞ്ഞത്, ഭഗവാൻ ശ്രീ സത്യസായി ബാബയുടെ നിർദ്ദേശപ്രകാരം എല്ലാവരിലും വേദം എത്തിക്കണമെന്നുള്ള അദ്ദേഹത്തിന്റെ നിർദ്ദേശത്തെ ശിരസ സ്വീകരിച്ചുകൊണ്ട് എല്ലാവർക്കും വേദം പറഞ്ഞു കൊടുക്കും എന്ന് പറഞ്ഞു. അതുകൊണ്ടും അപകടമൊന്നും വരാനില്ല, എനിക്ക് അഹങ്കാരവും വരാനില്ല. പിന്നെ പറഞ്ഞു, ലോകപ്രശസ്തമായിട്ടുള്ള അതിരുദ്ര മഹായജ്ഞം പുട്ടപ്പുറത്തിൽ നടത്തിയപ്പോൾ കേരളത്തിൽ നിന്നും എനിക്ക് അതിനകത്ത് പങ്കെടുക്കാൻ സാധിച്ചു, ക്ഷണം കിട്ടിയെന്ന് പറഞ്ഞു. അതിനകത്തും പ്രശംസയ്ക്ക് വേണ്ടിയിട്ടല്ല പറഞ്ഞത്, ഈ വേദം നമ്മൾ പഠിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുമ്പോൾ അതിന് എങ്ങനെയാണ് ഭഗവാൻ ബാബ വിലയിരുത്തുന്നത് എന്നുള്ളതാണ് അതുകൊണ്ട് നമ്മൾ ഉദ്ദേശിച്ചത്. അവിടെ നമുക്ക് ചൊല്ലാൻ സാധിച്ചു, അതിരുദ്ര മഹായജ്ഞത്തിൽ പങ്കെടുക്കാൻ സാധിച്ചു. എന്തുകൊണ്ട്? ഞാൻ എന്നുള്ള വ്യക്തി കൊണ്ടോ ഈ ശരീരം കൊണ്ടോ അല്ല, ആ വേദം എന്നുള്ള ഒരു മന്ത്രമാണ് അങ്ങോട്ട് എത്തിച്ചത്. അപ്പൊ വേദത്തിന്റെ പ്രാധാന്യത്തെയാണ് അവിടെ സൂചിപ്പിച്ചത്. പിന്നെ പറഞ്ഞത്, സ്വാമിയാർ മഠത്തില് ധാരാളം കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ജീവിതത്തില് ഇപ്പോഴത്തെ ലക്ഷ്യം ഇങ്ങനെ എല്ലാവർക്കും ഇത് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ്. ഇത് അവര് അവിടെ അനൗൺസ് ചെയ്യും. അത് കഴിഞ്ഞ് അപ്പോ അതിനു മുമ്പ് വിശ്വനാഥപുർ സാർ ഉണ്ടായിരുന്നു കൂട്ടത്തിൽ, സാറിനെ ആദരിക്കുന്നുണ്ടായിരുന്നു. സാറ് തൊട്ടടുത്തിരിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ സാറോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ സാറിനോട് പറഞ്ഞപ്പോൾ ഒരാൾ ധാരാളം പ്രസംഗിച്ചുകൊണ്ടിരിക്കുക, വലിയ വലിയ കാര്യങ്ങളാണ് പ്രസംഗിക്കുന്നത്. അപ്പൊ നമുക്കിതൊക്കെ ഒരു ഇതാകുമ്പോൾ വലിയ ബുദ്ധിമുട്ടാണ്. അങ്ങനെ നമ്മുടെ സമയം ഇതിനകത്ത് പോകുമ്പോൾ നമുക്ക് ഭയങ്കര പ്രയാസമാണ്. നല്ല കാര്യങ്ങളാണ്, എന്തൊക്കെ സമൂഹത്തിനെ ഒന്നിപ്പിക്കാനൊക്കെ വേണ്ടിയുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അപ്പൊ ഞാൻ പെട്ടെന്ന് ഓർത്തു, നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ അന്യതാ സിദ്ധ, സുബ്രഹ്മണ്യൻ സാർ പ്രത്യേകം ഓർക്കുന്നത്, അന്യതാ സിദ്ധ എന്നുള്ളത് കാര്യം, വ്യവഹാരക്ഷമായ 2 വാക്കുകളും ഞാൻ അന്നേരം ഓർത്ത് ഞാൻ സാറിനോട് പറഞ്ഞു, സാറേ ഇതൊക്കെ കേൾക്കുമ്പോൾ ഈ അന്യതാ സിദ്ധ ആയിട്ടിരിക്കാനേ നമുക്ക് പറ്റുള്ളൂ, ഇതിനകത്ത് നമുക്കല്ലാതെ വ്യവഹാരക്ഷമമായിട്ട് പോകാൻ പറ്റില്ല, നമ്മുടെ ലക്ഷ്യം വേറെയാണല്ലോ സാറേ എന്ന്. അപ്പൊ സാറിന് ഭയങ്കര സന്തോഷമായി. ഞാനത് പ്രത്യക്ഷത്തെ കണ്ടു സാറിനെ. ഞാനവിടെ നിന്ന് പുറകിൽ നിന്ന് ഇതെല്ലാം കണ്ടോണ്ടിരിക്കുകയാണ്. അയാള് പറയുന്നത് എനിക്കറിയാൻ പറ്റില്ലായിരുന്നു, എന്താണെന്ന് കേട്ടുമില്ല. പക്ഷെ അപ്പോ ഞാൻ സാറുമായിട്ട് ഷെയർ ചെയ്തേ, നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാ. അവിടെ ഇത്ര സമയം, ഒരു 3/4 മണിക്കൂറൊക്കെ ഇരുന്ന് പ്രസംഗിച്ചെങ്ങനെ. ഒരുപാട് ഭയങ്കര അത് ആവശ്യമാണ്, സമൂഹത്തിന് ആവശ്യമാണ്. ശരിയാ, നമ്മുടെ ലക്ഷ്യം, ഇൻഡിവിജ്വൽ ലക്ഷ്യം. ഇന്നിപ്പോ ഞാനൊരു സ്വാമി പറഞ്ഞൊരു കാര്യമായിട്ടുണ്ടായിരുന്നില്ലേ, ഇന്ന് ഭഗവാന്റെ ഒരു ഇതിട്ടുണ്ടായിരുന്നു, എന്താണ് ജീവിത ലക്ഷ്യം എന്ന് പറഞ്ഞു ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു, നമ്മുടെ ഗ്രൂപ്പിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ സ്വാമി പറയുന്നത് വ്യക്തമായിട്ട് പറയാം, എന്താണ് ജീവിത ലക്ഷ്യം. അതിലേക്ക് ആയിരിക്കണം നമ്മുടെ എപ്പോഴും ശ്രദ്ധ, അതിലോട്ടായിരിക്കണം. നമ്മൾ ഈ വ്യവഹാരത്തിനകത്തോട്ട് മുങ്ങി തുടങ്ങിയാൽ പിന്നെ പിടിച്ചു കയറാൻ പറ്റത്തില്ല. ഓരോ അബദ്ധങ്ങളും പിന്നെ പറ്റിക്കൊണ്ടേയിരിക്കും, പുറകെ വരും. അപ്പോ ഇങ്ങനെ ഓരോ സമയം ഞാൻ പറഞ്ഞാൽ എന്താ വേറൊന്നല്ല, നമുക്ക് എല്ലാവർക്കും ഇങ്ങനത്തെ സാഹചര്യം ഉണ്ടാകാമല്ലോ. പലതരത്തിലെ ആദരവും പല പരിപാടികളും നമ്മളെ ഉയർത്തി പറയും, പ്രശംസിക്കുകയും ഒക്കെ ചെയ്യും. കഴിഞ്ഞ ദിവസം നമ്മൾ എന്താ പഠിച്ചേ? അതൊന്നും നമ്മളെ ബാധിക്കരുത് എന്ന് വ്യക്തമായിട്ട് ഇവിടെ ആചാര്യസ്വാമി പറഞ്ഞു തന്നു. കഴിഞ്ഞ ദിവസത്തെ ശ്ലോകങ്ങൾ അത് പറഞ്ഞല്ലോ, നമ്മളെ ബാധിക്കരുത്. ഒരാള് നിന്ദിച്ചാലും ബാധിക്കരുത്, പ്രശംസിച്ചാലും ബാധിക്കരുത്. കാരണം അവൻ പറയുന്നതെല്ലാം ഈ ശരീരത്തെ ബന്ധിച്ചാണ്. ആണല്ലോ, ഇപ്പൊ അത് നടന്നുകൂടുന്നതല്ലേ, ഈ ശരീരത്തെ ബന്ധിപ്പിച്ചിട്ടാണ്. നമ്മൾ ആക്ച്വലി അതല്ലല്ലോ. അപ്പോ അതതിലെ പൊക്കോട്ടെ എന്നുള്ളതേ ഉള്ളൂ, നിഷേധിക്കേണ്ട. അതുകൊണ്ട് അഹങ്കാരിക്കാതിരിക്കുക, സംതിങ് ആയി എന്ന് വിചാരിക്കാതിരിക്കുക. ഇത് ചെയ്തുകൊണ്ടിരുന്നാലേ നമ്മൾ അതിൽ നിന്ന് രക്ഷപ്പെടുന്നു, അല്ലെങ്കിൽ രക്ഷപ്പെടത്തില്ല. അല്ലെങ്കിൽ അടുത്തൊരു വേദിയിൽ എന്നെ ആദരിച്ചില്ലല്ലോ എന്ന് തോന്നും. പല പ്രശ്നങ്ങളും ഉണ്ടാകാം, ഇതിന്റെ പുറകെ ഒത്തിരി കാര്യങ്ങളുണ്ടാകാം. അതുകൊണ്ട് വിജിലന്റ് ആയിരിക്കുക. ശരിക്കും ഇന്നലെ സന്ദേശം എന്താണ്? എനിക്ക് ഇന്നലെ കിട്ടിയ സന്ദേശം അതാണ്, ബി വിജിലന്റ്. ഇതിനകത്ത് പോയി ഉൾപ്പെടാതിരിക്കുക, വിജിലന്റ് ആയിരിക്കുക. അകത്തേക്ക് ഇതിനെ എടുക്കാതിരിക്കുക, ഇതിനെ ഉള്ളിലേക്ക് എടുക്കാതിരിക്കുക. പുറത്തുകൂടെ എന്ത് വേണമെങ്കിൽ നടന്നോട്ടെ. അപ്പൊ നാളെ എനിക്ക് പല പരിപാടികളും നടക്കും, എല്ലാം നടക്കും, എല്ലാം പുറത്തൂടെ പൊക്കോട്ടെ, അത്രേ ഉള്ളൂ.
അപ്പോ ആ ഒരു കാര്യത്തിലാണ് ഇപ്പൊ ഇത് വന്ന് നിൽക്കുന്ന അവിടെ തന്നെ. ഘടഭ്രാന്തി എന്ന് പറഞ്ഞ ഈ സംഭവം തന്നെയാണ്. നമ്മുടെ ഭ്രാന്തി എന്താ? ശരീരമാണെന്നുള്ള ഭ്രാന്തി. ഞാൻ അത് ചെയ്തു, ഞാൻ ഇത് ചെയ്തു, ഇങ്ങനത്തെ ഭ്രാന്തിയാണല്ലോ ഇപ്പൊ നിൽക്കുന്നത്. അപ്പോ അതിൽ നിന്നൊക്കെ നമുക്ക് നമ്മുടെ മനസ്സിനെ കൊണ്ടുവന്ന് അന്ധകരണത്തിലെ 4 സൂക്ഷ്മ കാര്യങ്ങളിലും പെടാതെ ഞാൻ ആര് എന്നുള്ളതില് ഉറച്ചു നിന്ന് വേണം നമ്മൾ ഈ ശരീരം വിടാൻ. വിടുന്നതിന് മുമ്പേ നമുക്കിത് ഉറക്കുകയും വേണം. അപ്പോ നമുക്ക് ഈ അപരോക്ഷ അനുഭൂതി നമ്മൾ അനുഭവിക്കണം. ഇതിനാണല്ലോ നമ്മളിത് പഠിക്കുന്നത്. തീർച്ചയായിട്ടും ഭഗവാൻ അനുഗ്രഹിക്കുന്ന എൻ്റെ ഒരു പരിപൂർണ വിശ്വാസം, ഭഗവാൻ നമ്മളെ കൈവിടില്ല എന്നാണ് എൻ്റെ പൂർണ്ണ വിശ്വാസമാണ്. അപരോക്ഷ അനുഭൂതി നമുക്ക് തരും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. നമുക്ക് ദിവസവും അതിനുവേണ്ടി ഭഗവാനോട് പ്രാർത്ഥിക്കാം. ഇതിൽ ഉറച്ചു നിൽക്കാൻ ഭഗവാൻ നമ്മളെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് യാത്ര ചെയ്യാം, ഒന്നിച്ച് ആ വിമാനത്തിൽ കയറി പോകാം. സായിറാം. എല്ലാവർക്കും നമസ്കാരം. സായിറാം. നമസ്കാരം സാർ. സായിറാം. താങ്ക് യു സാർ. സായിറാം സാർ. സായിറാം. ഇന്ന് അയച്ച ഇത് വീഡിയോ വാസ് വെരി ഗുഡ്.